വാ നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ചേച്ചി എന്താ സ്ഥലത്തിൻ്റെ പേര്? ഇത് ആത്മീയ വിദ്യാധാം, ഒരു സ്വാമിനാരായൺ മന്ദിറാണ് ആനന്ദിലുള്ള. ഇത് നല്ല സ്വാമിനാരായൺ മന്ദിറിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു ആർക്കിടെക്ചറാണ്. ഫുൾ ഈ ഒരു അമ്പലം ഫുൾ മാർബിളിലാണ്. നമുക്ക് അവിടെ വലതുവശത്തോട്ട് ചെറിയൊരു വ്യൂവിൽ കാണാൻ പറ്റും. ഇതിൽ കാണാവുന്ന പോലെ ഇത് കംപ്ലീറ്റ് മാർബിൾ ആണെന്നാണ് ചേച്ചി പറയുന്നത്. അവിടെ എത്തുമ്പോൾ ക്ലോസ് വ്യൂ കാണിക്കാം. ഭയങ്കര പീസ്ഫുൾ ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. എല്ലാവരും വൈകുന്നേരം നടക്കാനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്. ഉള്ളിൽ നമുക്ക് പാർക്ക് കാണാൻ പറ്റും. നല്ല രസമുള്ള ഭൂമികൾ, കിളികളുടെ കുളുകളാനാദങ്ങൾ, ഞാൻ കേൾക്കുന്നില്ലല്ലോ. സമാധാനം, നല്ല തണുപ്പ്, ഫുൾ നീംസ് ആണ്. രണ്ട് സൈഡിൽ മുഴുവൻ ഈ ആര്യവേപ്പിന്റെ ഇലയാണ് മൊത്തം. അങ്ങനെ കാണിക്കട്ടെ. ഇതാണ് നമ്മുടെ ചാനൽ ഓണർ ഹരിപ്രസാദ് അക്ക. അപ്പു നല്ല രസമുള്ള, ഇതിൻ്റെ മുകളിൽ മുഴുവൻ കിളികളാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ ആണ്. സീ ഗൈസ്, ഇവിടെ പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഈ സ്വാമിനാരായണൻ്റെ ഹോസ്റ്റലാണ്. അപ്പം പിള്ളേർ കുറച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരാറുണ്ട് എല്ലാ ദിവസവും ഈ ഗ്രൗണ്ടിൽ. അവിടെ നിങ്ങൾക്ക് നേരെ മുമ്പിൽ കാണാൻ പറ്റും. അത് ഇവിടുത്തെ ഒരു സ്വാമിജിയാണ്. ഈ പാർക്ക് വ്യൂ നമുക്കിതിൽ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ. അതിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഫുഡുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും. ഇവരുടെ പ്രസാദമായിട്ട് സ്വാമിനാരായൺ ആളുകൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർ ഈ ഉള്ളി, വെളുത്തുള്ളി, അതൊന്നും ഉരുളക്കിഴങ്ങ് അതൊന്നും കഴിക്കില്ല. അണ്ടർഗ്രൗണ്ട് ആയിട്ടുണ്ടാവുന്ന സാധനങ്ങളൊന്നും അവർ കഴിക്കില്ല. സി ഗൈസ്, വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ യു ക്യാൻ സീ. നല്ല രസമില്ലേടാ? അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുതരാം നമുക്ക് ഇവിടെ വന്നിട്ട്. എടുത്തിട്ട് പിന്നെ നല്ല ഒരു വ്യൂ ആണ്. സീ ഗൈസ്, നമ്മുടെ തിരക്കേറിയ ജീവിതത്തിലൊക്കെ നമ്മളിങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ജോലി ചെയ്യണവർ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒത്തിരി പേര് വരും. വൈകുന്നേരങ്ങളിൽ രാത്രി വരെ ഇവിടെ ഉണ്ടാവും, ഓപ്പണാണ്. ഓക്കെ ഗൈസ്, ക്യാമറമാന് കൈമാറുന്നു. അതെ, വിയാനെ കാണിക്കും. വിയാൻ ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. വിയാൻ വന്നതാണ്. വിയാൻ ഹായ് പറ. ഹലോ ഗൈസ് പറ. ടാറ്റാ പറ. ഒരു ഉമ്മ കൊടുത്തേര്. മൂടില്ല ഗൈസ്, സോറി ഗൈസ്, വിയാന് മൂടില്ല. ഇതൊരു വേറെ ലെവൽ സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. നോക്കടാ, സ്കൈ നോക്ക്. ഇത് ഈ ഒരു വ്യൂ നോക്ക്. എന്റെ ക്യാമറയിലൊന്നും എടുത്തൊക്കെ ഫോട്ടോ. എന്റെ ഒരു സിംഗിൾ ഫോട്ടോ എടുക്കും. നീ ഇന്ന് ഫോട്ടോ ചോദിച്ചപ്പോ ബർത്ത്ഡേ ഇട സ്വന്തം ഫോട്ടോ ഇല്ലാത്ത ആളെ ഗൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ആയി തന്നെ എടുത്തിടാനു ഗൈസ്. നിങ്ങൾ ഈ സ്ഥലം കണ്ടോ? ഇത് വൈബ് സ്ഥലമാണ്.
ഗൈസ് ഇപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേ പോകാൻ പോവാണ്. അതെ, ഇപ്പോൾ ഇവർക്ക് ഈ വൈകുന്നേരത്ത് നമ്മളെ നാട്ടിലെ ദീപാരാധന പറയുമ്പോൾ ഇവിടെ ആരതി എന്നാണ് പറയണത്. അപ്പം നമ്മുടെ പോലെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിൽ ഓരോ പൂജാരി ചെയ്തിട്ട് ബാക്കി എല്ലാവരും പുറത്ത് അങ്ങനെയില്ല. ഇവിടെ ഐറ്റമില്ല. എല്ലാവരും ഉള്ളിൽ കയറും, എല്ലാവർക്കും പൂജ ചെയ്യാം. ഇവിടുത്തെ ടെമ്പിളിൽ നിന്ന് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിസ്റ്റം അല്ല. അപ്പോൾ നമുക്ക് അവരുടെ ദീപാരാധന ആരതി ഉള്ളിലേ പോവാം. ഗൈസ്, ഇവിടുത്തെ ഉള്ളിലെ പരിപാടി ഞാൻ അധികം ഷൂട്ട് ചെയ്തില്ല, കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാർബിൾസ് കണ്ടോ? ഈ കാണുന്നത് കംപ്ലീറ്റ് മാർബിൾസാണ്, കംപ്ലീറ്റ് മാർബിളാണ്. ഇവിടെ കല്ലില്ല. മാർബിൾ എന്ന് ഉദ്ദേശിച്ചാൽ മാർബിൾ കല്ലുകളാണ് കണ്ടോ. കംപ്ലീറ്റ് മാർബിളിൻ്റെ പരിപാടിയാണ് ഇവിടെ. അവിടെ നിന്ന് കളിക്കുക. ഐസുമ്പൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് തരാം. ഈ കാണുന്നത് കംപ്ലീറ്റ് എന്താണ് മാർബിൾസിൻ്റെ സെറ്റപ്പാണ്. ഇതൊന്നും എന്താ പറയുക കല്ലല്ല, കംപ്ലീറ്റ് മാർബിളും കൊണ്ട് സെറ്റപ്പ് ചെയ്ത സ്ഥലമാണ്. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ലൈറ്റ് കാണാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ല വെളിച്ചമുള്ളതുകൊണ്ട് ഈ ലൈറ്റ് നമ്മൾ കാണൂല.